കടന്നുപോയവർക്ക് മനസ്സിലാവല്ലോ, മനസ്സ് വേദനിക്കുന്നതാണ് ശരീരം വേദനിക്കുന്നതിനെക്കാട്ടും ഭയങ്കരം. ദാറ്റ് ഈസ് വേർ ജീസസ് കംസ്. അവിടെയാണ് ഈശോ വരുന്നത്. ഈശോ ഒരു കൈ നീട്ടും. ആ നീട്ടുന്ന കയ്യെ കയറി പിടിച്ചു പറഞ്ഞു. കാരണം നിന്നെ സഹായിക്കാൻ നീട്ടിയ കൈകൾ ചിലപ്പോൾ നിന്നെ വലിച്ച് മറ്റൊരു കുഴിയിലേക്കായിരിക്കും കിട്ടുന്നത്. നീ വിശ്വസിച്ച് നിന്റെ രഹസ്യങ്ങൾ പങ്കുവെച്ച ഒരാൾ ആ രഹസ്യങ്ങൾ പരസ്യമാക്കി നിന്നെ തുണിയില്ലാത്തൊരവസ്ഥയിൽ ഒരു ടോട്ടൽ നേക്കഡായിട്ട് ഇത്രയും കാലം നീ എവിടെ തലയുയർത്തി പിടിച്ചോ അവിടെയൊക്കെ നിന്റെ തല താഴാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിച്ച ഒരാൾ കാരണമായിരിക്കും. എത്ര ബ്രോക്കൺ ആയാലും, എത്ര ചീഞ്ഞൊരു പാസ്റ്റ് ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര നിങ്ങളെ തന്നെ മുറിപ്പെടുത്തിയെങ്കിലും, നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും, ഹി ക്യാൻ കം ടു യു. നഷ്ടപ്പെട്ടിട്ടില്ല. ഈശോയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തൊന്നും അല്ല നീ. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ബ്രോക്കൺനെസ് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ എന്ത് നിരാശയിലൂടെ മുറിവിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ പല വാതിലുകളിൽ പോയി മുട്ടി. നിങ്ങൾ സ്നേഹമെന്ന് കരുതി നിങ്ങൾക്ക് കിട്ടിയതെല്ലാം ഇറ്റ് വാസ് അബ്യൂസ്. അവരൊക്കെ നിങ്ങളൊരു പ്രൊഡക്റ്റ് പോലെ ഉപയോഗിച്ചില്ലേ, ഒരു വസ്തു പോലെ ഉപയോഗിച്ചില്ലേ. ആൻഡ് അഗൈൻ യു ആർ എംപ്റ്റി. നിങ്ങൾ പിന്നെ ശൂന്യതയിലേക്ക് പോയി. നിങ്ങൾ ഉത്തരം തേടി പല സ്ഥലങ്ങളിൽ പോയി തപ്പിയില്ലേ. ഒന്നും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എല്ലാം സന്തോഷമാക്കും എന്ന് കരുതിയതെല്ലാം നിങ്ങളെ അൾട്ടിമേറ്റ്ലി വലിയൊരു ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഈശോയിലേക്ക് വാ. ഹി ഈസ് ഗോയിങ് ടു ഹീൽ യു. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, നിങ്ങൾ ഏത് സ്റ്റാറ്റസിലൂടെ കടന്നു പോകണമെങ്കിലും നിങ്ങളെ ഹീൽ ചെയ്യാൻ ഈശോ ഇവിടെ ഉണ്ട്. പേടിക്കണ്ട. നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ടവരെയോ കഴിഞ്ഞ കാലത്തിന്റെ ബ്രോക്കൺനെസ്സിനെയോ, നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ചതോ, നിങ്ങളുടെ അൺകൺട്രോളബിൾ സിറ്റുവേഷൻസ്, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലൈഫ്, അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും. ഒരുപക്ഷെ പല ലഹരിയുടെ പിടുത്തത്തിൽ, പല തെറ്റായ ബന്ധങ്ങളുടെ പിടുത്തത്തിൽ, പുഴുക്കുത്തുകളിൽ, വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, നിങ്ങളുടെ കൈ